ഹായ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സ്ക്രബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്രബ് എന്താണെന്നും എങ്ങനെയൊക്കെയുള്ള സ്ക്രബുകൾ നമുക്ക് അവൈലബിൾ ആണെന്നും സ്ക്രബ് കൊണ്ടുള്ള പ്രയോജനം, ഇത് കുറച്ച് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഈ സ്ക്രബ്? പിന്നെ ബോഡിക്കും മുഖത്തിനും വേണ്ടി സെപ്പറേറ്റ് ആണോ സ്ക്രബ്? അപ്പം ഇതൊക്കെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ആദ്യം സ്ക്രബ് എന്താണ്? സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് കളയാൻ വേണ്ടിയിട്ടും കുറച്ച് ബ്രൈറ്റൻ ആവാനും കുറച്ച് ഫൈൻ ലൈൻസ് റിങ്കിൾസിനെ ഒന്ന് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാനും ടാൻ റിമൂവലിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സ്ക്രബ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഡെഡ് സ്കിൻ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് റിന്യൂവൽ ആവും. പുതിയ പുതിയ സ്കിൻ സെൽസ് 28-30 ദിവസത്തിനകം നമുക്ക് വന്നുകൊണ്ടിരിക്കും, പഴയത് പൊഴിഞ്ഞുകൊണ്ടും ഇരിക്കും. അപ്പം കുറച്ചൊക്കെ ഏജ് കഴിയും തോറും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പഴയ സ്കിൻ സെൽസ് ഇരിക്കുമ്പോഴും പുതിയത് അടിയിൽ വന്നാലും ഈ പഴയത് പൊഴിഞ്ഞ് പോകാതെ ഇരിക്കും. അപ്പം അതിനെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കുറച്ചൊരു സ്ക്രബിൽ തന്നെ ഉണ്ട് റബ്ബ് എന്ന്. അപ്പോൾ ആ റബ്ബ് ചെയ്ത് എന്തെങ്കിലും ഇട്ടൊന്ന് റബ്ബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, അപ്പോൾ പുതിയ സ്കിൻസിന് പുറത്തേക്ക് വരാനും, അപ്പോൾ ആ പുതിയ സ്കിൻ സെൽസ് വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യണം നമ്മുടെ പ്രോഡക്ട്സുകൾ, സിറംസ്, മോയ്സ്ചറൈസർ എല്ലാം നന്നായിട്ട് അത് ഉള്ളിലോട്ട് പോയി നമുക്ക് നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ പ്രയോജനം ചെയ്യും. ഇനി എത്ര തരം സ്ക്രബ്സ് ഉണ്ട്? അത് ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ക്രബ്, കെമിക്കൽ സ്ക്രബ്, പിന്നെ എൻസൈം സ്ക്രബ്സ്. എൻസൈം സ്ക്രബ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് പപ്പായയും അല്ലെങ്കിൽ പൈനാപ്പിളോ അരിപ്പൊടി പിന്നെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യൂലേ, സ്ക്രബ് ചെയ്യൂലേ, അതൊക്കെയാണ് ഫ്രൂട്ട്സ് ചേർക്കുന്ന സ്ക്രബ്സിനെയാണ് എൻസൈം സ്ക്രബ്സ് എന്ന് പറയുന്നത്. ഇനി എൻസൈം സ്ക്രബ്സിൽ പഞ്ചസാരയും എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മെക്കാനിക്കൽ സ്ക്രബ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിന്നിൽ വാങ്ങാൻ കിട്ടും ഫേഷ്യൽ സ്ക്രബ്സ്, ബോഡി സ്ക്രബ്സ് ഒക്കെ. അതിൽ ചെറിയ ചെറിയ തരികൾ കാണും, അതായത് ഗ്രാന്യൂൾസ്. അത് കൊണ്ട് നമ്മൾ കുറച്ച് മുഖം ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കളയുന്നതാണ് ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ക്രബ്. അത് ഒരുപാട് അതിൽ ചേർക്കുന്നത് എന്താണോ അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഇനി ബോഡിക്കും ഫേസിനും 2 ടൈപ്പ് ഓഫ് സ്ക്രബാണ്. ബോഡിക്കുള്ള സ്ക്രബ് എന്ന് പറയുമ്പം അതിൽ കുറച്ചുകൂടെ ഗ്രാന്യൂൾസ് ഒക്കെ വലുതായിരിക്കും. കാരണം നമ്മുടെ ദേഹത്തെ സ്കിന്നും മുഖത്തെ സ്കിന്നും രണ്ടാണ്. അപ്പം മുഖത്തെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതല്ല ദേഹത്തെ സ്കിന്ന്. ദേഹത്തിലിടുന്ന സ്ക്രബ് എടുത്ത് മുഖത്തിനിടരുത്, മുഖത്തിനിട്ടിടുന്ന സ്ക്രബ് എടുത്ത് ദേഹത്തിനിട്ടാലും പ്രശ്നമില്ല. കാരണം അതിലെ തരികൾ വലുതാണ്. അപ്പം മുഖത്തിലിട്ട് അങ്ങനെ ഇട്ട് ഒത്തിരി ഉരയ്ക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, ഈ മുഖത്തിനിടുന്ന സ്ക്രബ് ചെറിയ തരികളാകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ മുഖം എപ്പോഴും നമ്മൾ സ്കിന്നിൻ്റെ ഡിഫറൻസും ഉണ്ട്. മുഖം എപ്പോഴും നമ്മൾ ക്ലീൻ ആയിട്ട് എപ്പോഴും നമ്മൾ വെക്കുകയും ദേഹം ക്ലീൻ ആയിട്ട് വെക്കുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ മുഖത്തിന് കുറെ കൂടെ കെയർ കൊടുക്കുന്നൊരു ഭാഗമാണ്. അതേസമയം ബോഡിയിൽ നമുക്ക് റഫ് സ്കിൻസ് ഉണ്ട്. നമ്മുടെ കൈമുട്ടിലോ കാലിൻ്റെ താഴെയോ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയിലോ ഒക്കെ കട്ടിയുള്ള സ്കിന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ വലിയ തരികളുള്ള സ്ക്രബ്സാണ് നല്ലത്. അതുകൊണ്ടാണ് അത് രണ്ട് മാതിരി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ സെൽസ് പോകാനും നമ്മുടെ പോസ് എല്ലാം നല്ല ഓപ്പൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറംസ്, മോയ്സ്ചറൈസറൊക്കെ ഉള്ളിൽ പോകാനും അതുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടാനും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കെമിക്കൽ സ്ക്രബ് എന്താണ്? കെമിക്കൽ സ്ക്രബ് എന്ന് പറയുമ്പോൾ അത് ആസിഡ്സ് ഉപയോഗിച്ചുള്ള സ്ക്രബുകളാണ്. ഈ ആസിഡ്സിൻ്റെ കുറേ കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഡോക്ടേഴ്സൊക്കെ പീൽസിൽ ഉപയോഗിക്കുന്ന, കെമിക്കൽ പീൽസിൽ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ളതാണ്. കാരണം പീൽസിൽ കോൺസെൻട്രേറ്റ് അവർക്കറിയാതെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്, അതുകൊണ്ട് അവരത് നന്നായിട്ട് ചെയ്യും. ഒരുപാട് സൺ ടാനൊക്കെ അടിക്കുന്നവർ അപ്പം ഒക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയും പീൽ ചെയ്യണമെന്ന് പറയും. അത് അവർ ഉപയോഗിക്കുന്നതെല്ലാം ഈ കെമിക്കൽസാണ്. ഇനി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന, വീട്ടിൽ വെച്ച് ചെയ്യാമെന്നുള്ള, നമുക്ക് ബോട്ടിൽ വാങ്ങാൻ കിട്ടുന്ന AH, BH, PH എന്നൊക്കെ പറഞ്ഞ ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡ്സ് ഉപയോഗിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ മുഖത്ത് ഇട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറി നമുക്ക് കുറച്ച് ഗ്ലോ എല്ലാം കിട്ടും. അപ്പോൾ അത് പക്ഷേ നമ്മൾ സ്കിന്നിൽ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. സാധാരണ എന്തെങ്കിലും എടുത്ത് ചെയ്യുന്ന പോലെ ചെയ്യരുത്. AH എന്ന് പറയുന്നത് പിന്നെ AH, BH, PH എന്നൊക്കെ പറയുന്ന ഈ മാനുഫാക്ചറേഴ്സ് തന്നെ, ബ്രാൻഡ്സുകൾ തന്നെ ഓരോ കോൺസെൻട്രേഷൻ അവർ തന്നെ വെക്കും, ചെറിയ കോൺസെൻട്രേഷനിൽ വെക്കും. അപ്പം നമുക്ക് സ്കിന്നിന് ഒരുപാട് ഇറിറ്റേറ്റഡ് ആവില്ല. അപ്പം AH എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതും BH എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതുമാണ്. ഇനി PH എന്ന് പറയുമ്പം, PH എന്ന് പറഞ്ഞാൽ ഒരുപാട് തീരെ സെൻസിറ്റീവായി നല്ല ചുമച്ചുമായിരിക്കുമല്ലോ. ചിലരുടെ സ്കിന്ന് കാണുമ്പോഴേ നമുക്ക് തോന്നൂലേ അവരുടെ സ്കിന്നിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരുന്ന റോസ് കളർ, റൊസേഷ്യ പോലെ ഇരിക്കുന്ന സ്കിന്നിലേക്ക് വേണ്ടി PH ഉപയോഗിക്കാം. പക്ഷെ അതെല്ലാം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടേ അതൊക്കെ ചെയ്യാം. കാരണം റിയാക്ഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാകാം.
AHA എന്ന് പറയുമ്പം അത് ലാക്ടിക് ആസിഡ്, മാലിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇങ്ങനെയുള്ള കുറേ ആസിഡ്സ് ഉണ്ട്. അതെല്ലാം AHAയുടെ കീഴിലാണ് വരുന്നത്. അത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ, അത് കുറച്ചുകൂടെ ഹൈഡ്രേഷനും കൊടുക്കും. നമ്മുടെ മുഖത്തിന് കുറച്ചുകൂടെ ഹൈഡ്രേഷനും അത് കൊടുക്കാറുണ്ട്. BHA എന്ന് പറയുമ്പോൾ അത് ഓയിലി സ്കിൻ ടൈപ്പിനുള്ളതാണ്. അതിൽ സാലിസിലിക് ആസിഡ് ആണ് ഉള്ളത്. അത് ഓയിലി സ്കിന്നിന് വെച്ചാൽ അത് ഹൈഡ്രേഷൻ കുറച്ചുകൂടെ കൊടുക്കുകയും ചെയ്യും. അവരുടെ ആക്നെ പ്രോൺ സ്കിന്ന്, അതായത് കൊമഡോൺ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറാനും അതും മാറുമ്പോൾ മുഖക്കുരു കുറയാനും ഒക്കെ സഹായിക്കും. മുഖക്കുരു വരാൻ സാധ്യതയുള്ള സ്കിന്നാണ് ഓയിലി സ്കിന്ന്. അവർക്ക് സുഷിരങ്ങളൊക്കെ കുറച്ച് വികസിച്ചിരിക്കുകയും അതിൽ കൂടുതൽ അഴുക്കുണ്ടാകുകയും ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ല ഡീപ്പായിട്ട് പോയിട്ട് ആസിഡ്സ് എപ്പോഴും എങ്ങനെയാണ് ഡീപ്പായിട്ട് സ്കിന്നിൻ്റെ അകത്ത് പോയിട്ട് അവിടെ നിന്നേ നല്ല ക്ലീൻ ആയിട്ട് വരും. പക്ഷെ ഫിസിക്കൽ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേലിലുള്ളത് മാത്രമാണ് ഇളക്കി കളയുന്നത്. ആസിഡ്സ് എപ്പോഴും ഉള്ളിലോട്ട് പോയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കിയാണ് നമ്മുടെ സ്കിന്നിനെ വെക്കുന്നത്. അപ്പോൾ സാലിസിലിക് ആസിഡ് ആണ് ഓയിലി സ്കിന്നിനുള്ളവർക്ക്. ഇനി PHA എന്ന് പറയുമ്പം അത് തീരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കുള്ളതാണ്. അതായത് നല്ല ചുമന്ന് തുടുത്തി ഇങ്ങനെ ഭയങ്കര ഒരു പിങ്കിഷ് കളറുള്ള ചുമചുമായിരിക്കുന്ന സ്കിന്നുകാരുണ്ടല്ലോ, അവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഒന്നും ഇടാനൊന്നും പറ്റാത്ത സ്കിന്നാണ്, എന്തിട്ടാലും റിയാക്ഷൻ ഉണ്ടാകുന്ന സ്കിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് PHA. അത് ശരിക്കും പറഞ്ഞാൽ AHAക്കാളും അതിൻ്റെ വീര്യം കുറവാണ്. പക്ഷെ അത് ഒരുപാട് നമ്മുടെ മാർക്കറ്റിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ AHAയും BHAയാണ് കൂടുതലുള്ളത്. കാരണം അങ്ങനെയുള്ള സ്കിന്നുകാർ ഇവിടെ കുറവാണ്. പിന്നെ അങ്ങനെയുള്ള ബ്രാൻഡ്സുകാർ അതും കൂടെ ചേർത്ത് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇറക്കാറുണ്ട്. ഒരു AHA പ്ലസ് BHA എന്ന് പറഞ്ഞ് ഇറക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇറക്കാറുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടിയത് അത് നോക്കി വേണം വാങ്ങിക്കാൻ. അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കോസ്മെറ്റോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് വേണം വാങ്ങിക്കാൻ. അറിഞ്ഞുകൂടാത്തവർ ഇതൊന്നും വാങ്ങിയിടാതെ നമ്മുടെ സാധാരണ ഫിസിക്കൽ സ്ക്രബ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറിയാമെന്നുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിടാം. അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയാൻ സഹായിക്കും, പോസ് എല്ലാം ഓപ്പൺ ആവാൻ സഹായിക്കും. ഇത് നമുക്ക് ഡീപ്പായിട്ട് പോയിട്ട് നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ കൊടുക്കും, ഹൈഡ്രേഷൻ കൊടുക്കും. ഇത് മിക്സ് ചെയ്തുള്ള ഇതുണ്ട്, ഒരു ബാലൻസ് ചെയ്ത് പോയ ചെറിയ കോൺസെൻട്രേഷനിൽ. ആദ്യം ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം രാത്രിയിൽ ഉപയോഗിക്കുക. ഇനി ഇത് ഉപയോഗിച്ചാലും പിറ്റേന്ന് നന്നായിട്ട് സൺസ്ക്രീൻ ഇടുക, നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടുക. കാരണം നമ്മുടെ സ്കിന്നിലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്, അത് നമ്മൾ സൂക്ഷിക്കുമ്പം നമ്മൾ രാവിലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ സ്കിന്നിന് ഈ സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സെൻസിറ്റീവായിട്ട് ഇരിക്കുകയാണ് കുറേ നേരത്തേക്ക്. അപ്പോൾ അത് സൂര്യപ്രകാശം കൊണ്ട് അതിന് കൂടുതൽ ദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇനി ആൻറ്റി ഏജിങ്ങിനും ഡിസ്കളറേഷൻ, നമ്മൾ ഒരു പ്രായമാകുമ്പോൾ ആൻറ്റി ഏജിങ്ങും ഡിസ്കളറേഷനാണ് കൂടുതൽ പറഞ്ഞത്, അല്ലെങ്കിൽ സൂര്യപ്രകാശം, സൺ ടാന്. അപ്പോൾ അതെല്ലാം മാറാൻ ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കെമിക്കൽ പീൽസ് കിട്ടും, അത് വാങ്ങിക്കുക. നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ സാലിസിലിക് ആസിഡും ലാക്ടിക് ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കെമിക്കൽ പീൽ വാങ്ങുക. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ഒരു 24 അല്ലെങ്കിൽ 48 മണിക്കൂറിന് മുമ്പേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യാവൂ. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാവരും ചെയ്യാനുള്ള കാര്യമാണ് പാച്ച് ടെസ്റ്റ്, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക, ലെസ് കോൺസെൻട്രേഷൻ നോക്കി വാങ്ങുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ടൈമിലോട്ട് കൊണ്ടുപോകാം. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക, പിന്നെ ഒരു മാസം അങ്ങനെ പോയിട്ട് ആഴ്ചയിൽ 2 ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്ത് പോയാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ ഒരുപാട് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്ത് സ്കിന്നിനെ അങ്ങ് വല്ലാണ്ടാകും. ഒന്നും ഓവർ ആവരുത്, ഒന്നും കുറഞ്ഞും പോകരുത്. ഇത് രണ്ടും നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. ഓവർ ആയാലും പ്രശ്നമാണ് സ്കിന്നിന്, കുറഞ്ഞു പോയാലും സ്കിന്നിന് പ്രശ്നമാണ്. അപ്പോൾ ഒരു ബാലൻസ് രീതിയിൽ വേണം പോകാനായിട്ട്. ഇത് ചിലർ വിചാരിക്കും ഇത് ചെയ്തിട്ടും ഇന്ന് ഒരു ദിവസം ചെയ്തു, അതിന് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ അതൊരു 2 മാസം നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം. എന്നിട്ട് നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കെമിക്കൽ പീൽസ് തെറ്റായി പോയി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ വേറെ നോക്കി വാങ്ങുക. അപ്പോൾ അതിന് ചിലപ്പം നിങ്ങളുടെ സ്കിന്ന് ശരിയാവാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ശരി ആയി എന്ന് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ചിലർക്ക് ഒരു യൂസിൽ കൂടെ തന്നെ അത് കിട്ടിയെന്ന് വരും, ചിലർക്ക് ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കിട്ടിയെന്ന് വരും. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമയാണ് വേണ്ടിയത്, കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത്. പിന്നെ വീട്ടിലുള്ള സ്ക്രബ്സുകൾ, അതായത് വീട്ടിലുള്ള ഈ ഫ്രൂട്ട്സ് കൊണ്ടോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ട്, അരിപ്പൊടി കൊണ്ട്, ചിലർ കാപ്പിപ്പൊടി കൊണ്ട്, ചിലർ പഞ്ചസാര കൊണ്ടൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, വളരെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അതുപോലെ ചെയ്യുക. പിന്നെ ബോഡി സ്ക്രബിൻ്റെ കാര്യം ഇനി ഞാൻ പറയാം. ബോഡിയിൽ എപ്പോഴും ബോഡി സ്ക്രബ് വാങ്ങുമ്പോൾ ഗ്രാന്യൂൾസ് എല്ലാം വലിയ തരികളാണ്, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്ത് മുഖത്ത് ഒരിക്കലും ഇടരുത്.
അത് നമ്മുടെ ബോഡിയിലെ സ്കിന്ന് കുറച്ചുകൂടെ റഫ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ അങ്ങനെയുള്ള സ്ക്രബ്സാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് ആഴ്ചയിലൊരിക്കൽ സ്ക്രബ്ബ് വെച്ച് നമ്മൾ ബോഡി മുഴുവൻ സ്ക്രബ് ചെയ്തിട്ട് കുളിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം നല്ല മിനുസം കിട്ടും നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കി വാങ്ങുക. പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചകിരി ആയിരുന്നാലും ഇപ്പം തന്നെ ആയുർവേദ കടയിൽ രാമച്ചം പോലുള്ള ഇതെല്ലാം കിട്ടും. അത് വെച്ച് എണ്ണ തേച്ചിട്ട് പയറുപൊടി ഇട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പയറുപൊടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ക്രബാണ്. അപ്പോൾ അത് അല്ലാതെ പയറിൻ്റെ കളറ് നമുക്ക് കിട്ടുന്നതല്ല. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം ബോഡിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ്സും ഒരു ഗ്ലോനെസ്സും ഒരു ബ്രൈറ്റ്നെസ്സും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നത് ആ ഡെഡ് സ്കിൻ സെൽസ് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക. ഇത് പ്രായമുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും, എന്നാലും കുറച്ച് പേർക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും. അപ്പോൾ കെമിക്കൽ സ്ക്രബ്സുകൾ വാങ്ങണം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ആസിഡ്സ്, കെമിക്കലായിട്ടുള്ള ആസിഡ്സ് പോലുള്ള സ്ക്രബ് വാങ്ങുമ്പോൾ എപ്പോഴും നോക്കിയും കണ്ടും വാങ്ങുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ചിലർ കോഫി പൗഡറും എണ്ണയും കൂടെ ചേർത്ത് ബോഡിയിൽ തേക്കാറുണ്ട്. അത് നല്ല സ്ക്രബാണ്. കാലിലും കയ്യിലും ഒക്കെ നമ്മൾ തേച്ച് നോക്കി നല്ലോണം റബ്ബ് ചെയ്ത് കഴിക്കണം, നല്ല സോഫ്റ്റ് ആവുകയും നല്ല കളർ വീഴുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്കിങ്ങനെ ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കാട് കയറി വേറെ എങ്ങോട്ടും പോവും. എന്നാലും നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടിലുള്ളതായിരുന്നാലും എടുത്ത് സ്ക്രബൊക്കെ നല്ലോണം ബോഡിയിലൊക്കെ ഇട്ട് തേച്ച് കുളിക്കുക. അപ്പം ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകും. നല്ല സ്കിൻസ് നല്ല സ്മൂത്തും സോഫ്റ്റും ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, ലവ് യു ആൾ.